അപ്പം നമ്മൾ രണ്ടാം പ്രാവശ്യം തയ്യാറാക്കിയ കൂവപ്പൊടി റെഡി ആയിട്ടുണ്ട്. ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് വാങ്ങാം. ഈ വേനൽക്കാലം ആയതുകൊണ്ട് ശരീരമൊക്കെ ചൂടാവും. അപ്പം ചൂടിന് തണുപ്പ് കിട്ടാനൊക്കെ ഒരുപാട് ഗുണമാണ്. അങ്ങനെ ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ്. കുറച്ച് സാധനം ഉള്ളൂ. ഇനി ഈ സീസൺ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കില്ല. അപ്പോൾ ഒരു സീസൺ കഴിഞ്ഞാണ് ഇപ്പോഴൊക്കെ ഇളമിക്കാൻ തുടങ്ങി. ഇളമിക്കുക പറഞ്ഞാൽ കൂവപ്പൊടിൻ്റെ കളറ് മാറാൻ തുടങ്ങും. വെള്ള കളർ ഒരു ചന്ദന കളറൊക്കെ ആയി മാറാൻ തുടങ്ങും. പിന്നെ പച്ച കളറാവും. പിന്നെ നൂറൊന്നും കിട്ടില്ല. അപ്പോൾ ഇനി കൂവപ്പൊടി അടുത്ത വർഷം ഉണ്ടാക്കുള്ളൂ. അപ്പോൾ വേണ്ടവർക്കൊക്കെ വാങ്ങാം. ഷിജാസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോണത് ആരോ റൂട്ട് കൊണ്ടുള്ള പൗഡറാണ് ഉണ്ടാക്കാൻ പോണത്. ആരോ റൂട്ട് പൗഡർ അത് പറഞ്ഞാൽ കൂവപ്പൊടി പറയും. ഇത് നമ്മൾ പിഴുക്കി കഴിക്കുന്ന കൂവയാണ്. ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഇതിന് നമ്മൾ 100 എടുക്കാൻ പോകുകയാണ്. ഇതിൻ്റെ തൊണ്ടൊക്കെ ഇങ്ങനെ കളഞ്ഞ ശേഷം കഴുകി വൃത്തിയാക്കി ചെറുതാക്കി മുറിച്ച് മിക്സിയിലടിച്ച ശേഷം നമ്മൾ ഇതിനെ 100 എടുക്കും. 100 എടുത്താൽ വെള്ളമൊക്കെ ഊറിയ ശേഷം അതിനെ ഉണക്കിയെടുക്കും. ഇത് കുട്ടികൾക്ക് വയറിളക്കാം, അതേമാതിരി അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വളരെ ഗുണം ചെയ്യണം. നല്ല സാധനമാണ്. അപ്പം നമുക്ക് തയ്യാറാക്കാം. കൂവക്കിഴങ്ങൊക്കെ നമ്മൾ തൊലിച്ച് വൃത്തിയാക്കി ഇതൊക്കെ തൊലിയാണ് ഇതിൻ്റെ ചപ്പുമാരിയുള്ളത്. ഇതൊക്കെ വൃത്തിയാക്കാൻ നല്ല പണിയാണ്. ഓരോന്നായി ഇങ്ങനെ ചീകി വലിച്ചെടുക്കണം. ഇനി നമുക്കിതിനെ കഴുകാം. ചിക്കുട്ട കൂവക്കിഴങ്ങ് ഇതിൽ ഇടുന്ന വാരിയിട്. ചിരി വാരിയിട്. ഇട്ടോ വാരിയിട്. കഴുകാൻ വേണ്ടി വെള്ളമൊഴിക്കും. വെള്ളമൊഴിക്കും. കഴിക്ക സിജ് ചെടിയിലൊഴിക്കും. ഇത് മൂന്നാമത്തെ പ്രാവശ്യത്തെ കഴുകലാണ്. കല്ല് മണ്ണ് ഇതൊന്നും പറ്റില്ല. എന്താ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ലേ. അപ്പം നല്ല വൃത്തിയായിരിക്കണം. ചെറുതായി മുറിച്ചു. ചെറുതായിട്ട് അങ്ങനെ ചെറുതായി മുറിക്കണം. ഇതിനെ എന്താ പറയുക, ഇതിൽ നാരുണ്ട്. ഈ അരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മിക്സിയിൽ നാര് കുടുങ്ങും, അരഞ്ഞു കിട്ടില്ല. അതിനാണ് ചെറുതായി മുറിക്കുന്നത്. സിജുവിനവിടെ ബലവായി. ഇതിൻ്റെ ഏറ്റവും അറ്റം ഭാഗത്ത് നാരുണ്ടാവും. അതാണ് മുറിച്ചാൽ കിട്ടാത്തത് സിജുക്കുട്ട. നൈസായി കനം കുറച്ച് മുറിച്ച് മാമാനെ മാതിരി ഇട്ടാ. അങ്ങനെ മുറിച്ചു അതിലിട്ടാ. ഇതും ഭാര്യയിട് സിജുക്കുട്ട. അതിൽ ഭാര്യയിട്ടത് മാമാൻ്റെയും ഭാര്യയിട്. ഇത് ഭാര്യയിട്ട് മുറിക്കാൻ പറ്റില്ല സിജ. ചെറുത് മുറുക്കി. ചെറുതായി മുറിക്കണം കേട്ടാ. അപ്പോൾ കൂവക്കിഴങ്ങൊക്കെ നമ്മങ്ങനെ കിട്ടുമ്പോൾ ഈ സീസണിലൊക്കെ കിട്ടുമ്പോൾ വാങ്ങിക്കഴിക്കണം. എന്താ പറഞ്ഞാൽ ഇതിൽ ഒരുപാട് ഫൈബറാണ് ഉള്ളത്. ഇത് നമ്മുടെ ശരീരത്തിക്ക് വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെയാണ്. അതേമാതിരി എന്തെങ്കിലും വയറുവേദന വയ്യാത്ത രോഗികൾ ഇവർക്കൊക്കെയാണ് നമ്മൾ കുറുക്ക് കൊടുക്കേണ്ടുള്ളൂ. എല്ലാത്തവരൊക്കെ ഏറ്റവും നല്ലത് ഇങ്ങനത്തെ കിഴങ്ങ് കിട്ടുമ്പോൾ പിഴുക്കി തിന്നുക. അതായത് സീസണിൽ കിട്ടുമ്പോൾ. അതേമാതിരി പലതരം കിഴങ്ങുകളും കിട്ടും. ചേമ്പ്, മധുരക്കിഴങ്ങ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ വാങ്ങിക്കഴിക്കണം. സീസണിൽ കിട്ടുന്ന എല്ലാ പഴവർഗ്ഗങ്ങളും കിഴങ്ങുകളും കഴിക്കുന്നത് വളരെ നമുക്ക് ശരീരത്തിക്ക് നല്ലതാണ്. ഇതിപ്പോൾ കിലോന് ഇവിടെ 80 മുതൽ 100, 150 വരെ വിൽക്കുന്നുണ്ട്. 60 ചിലയോടെ വിൽക്കുന്നുണ്ട്. പല വിലയ്ക്കാണ് വിൽക്കുന്നത്. മുറുക്കി. അതേമാതിരി കൂമ്പ് ഇതൊക്കെ കിട്ടും. ഇത് പനൻ്റെ അതും വളരെ ഫൈബർ ഉള്ളതാണ്. ഇതിൻ്റെ ശരിക്കും ജന്മദേശം പറയുന്ന സ്ഥലം ഇന്തോനേഷ്യയാണ്. ഇന്തോനേഷ്യയിൽ വന്നിരിക്കുന്നത്. പിന്നെ കുവന്നൂറ് മഞ്ഞക്കൂവ പറഞ്ഞൊരു കൂവയുണ്ട്. മുറുക്കി. പിന്നെ കുവന്നൂർ ഉണ്ടാക്കുന്നത് മഞ്ഞക്കൂവ, നീലക്കൂവ പറയും. നമ്മുടെ മഞ്ഞളുമാതിരി കസ്തൂരി മഞ്ഞളുമാതിരിയൊക്കെ ഇരിക്കും മഞ്ഞക്കൂവ. അതേമാതിരി നീലക്കൂവ ഇതും കൊണ്ടും ഉണ്ടാക്കും. ആരോ റൂട്ട് പറഞ്ഞാൽ ഇതാണ് ശരിക്കും ആരോ റൂട്ട്. ഇത് ആരോ മാതിരി ഇതുള്ള അമ്പും ബില്ലിൽ ആരോ മാതിരി ഉണ്ടാവും. അതുകൊണ്ടാണ് ആരോ റൂട്ട് എന്നതിന് പേര് വരാൻ തന്നെ കാരണം. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ്. ശരീരത്തിന് തണുപ്പാണ് ഇത് പ്രദാനം ചെയ്യുക. നമ്മൾ ശരീരത്തിന് ചൂട് പറഞ്ഞ മാതിരി തണുപ്പ്. ഇത് നമ്മുടെ കുടലിനെയൊക്കെ നല്ല ചൂലുമാതിരി അടിച്ചു വൃത്തിയാക്കും ഇതിന് നാരുകൾ. അതേമാതിരി തന്നെയാണ് കുട്ടികൾക്കും വയറിളക്കങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കൊടുത്താൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടും. ധാരാളം മിനറൽസും ഒക്കെ ഇതിൽ ധാരാളം ഉണ്ട്. അതേമാതിരി ഫൈബർ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ലയിച്ചു തരുന്ന ഫൈബറുകളാണ്.
ഒക്കെ നമ്മുടെ ശരീരത്തേക്ക് ഒരുപാട് ഗുണങ്ങളാണ് ചെയ്യുക. അപ്പോൾ ഇതെല്ലതും അതാത് സീസണിൽ കിട്ടുമ്പോൾ എല്ലാവരും വാങ്ങിക്കഴിക്കണം. പിന്നെ ഇതിന് ഒരുപാട് കൂലി ചെലവുകളുണ്ട്. ഇതൊരു 8 കിലോന് ഇങ്ങനെ ആക്കിയാലാണ് 1 കിലോ 100 കിട്ടുള്ളൂ. പിന്നെ ഇതിനുള്ള കൂലിച്ചെലവും. കൂവപ്പൊടി ശരീരത്തിന് നല്ലതാണ്, എല്ലാവർക്കും കഴിക്കുക. വില കൂടിയത് കൊണ്ട് ഇപ്പോൾ എല്ലാവരും കഴിക്കില്ല. ശരീരത്തിന് നല്ല തണുപ്പാണ്. അതേമാതിരി മലബന്ധം പ്രശ്നമുള്ളവർക്ക്, വയറിളക്കമുള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ്. ശരീരത്തിന് ഒരുപാട് തണുപ്പ് കിട്ടും. അതേമാതിരി ശരീരത്തിന് കുളിർമ നൽകും. ഒരുപാട് വിറ്റാമിനുകൾ കിട്ടും, പ്രോട്ടീൻ കിട്ടും, കാൽസ്യം കിട്ടും, ഫോസ്ഫറസ് ഉണ്ട്, ഇരുമ്പുണ്ട്, സിങ്ക് ഉണ്ട്, ഫൈബർ ഉണ്ട്. ഇതെല്ലാം ഇതിലുണ്ട്. ഒരുപാട് ഗുണമുള്ള സാധനമാണ്. അതേമാതിരി ഗർഭിണികൾക്ക് കഴിക്കാം. ഗർഭിണികൾക്ക് ചിലപ്പോൾ ഛർദികളൊക്കെ വരും, ഛർദിക്കൽ, ഒപ്പാനം അത് വരുന്ന സമയത്ത് കഴിക്കുക. വയറുവേദന വരുന്ന സമയത്ത് കഴിക്കുക. അതായത് കുട്ടികൾക്കും ചില മരുന്നുകളൊന്നും കൊടുത്തിട്ട് വയറുവേദന മാറില്ല. അങ്ങനത്തെ കണ്ടീഷൻ വരുമ്പോഴും കുട്ടികൾക്ക് ഇത് കൊടുക്കുക. വലിയവർക്ക് ഏറ്റവും നല്ല ഇങ്ങനെ കഴിക്കണം നല്ലത്. കുടൽ നല്ല വൃത്തിയായി കിട്ടും അവർക്ക്. വളരെ നല്ല ഗുണമാണ് അവർക്ക് കിട്ടുക. അപ്പോൾ ഈ കുവന്നൂറൊക്കെ നമ്മൾ കുട്ടികൾക്ക് എപ്പോഴാണ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ, കുട്ടികൾക്ക് വയ്യാണ്ടാകുക, വയറിളക്കം, സ്ഥിരമായി വയറുവേദന വരിക, ഡോക്ടർ മരുന്നൊന്നും കഴിച്ചിട്ട് മാറാണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ കുട്ടികൾക്ക് കുവന്നൂറ് കൊടുക്കുക. അപ്പോൾ ഈ കുവന്നൂറ് പറഞ്ഞാൽ ഇത് 8 കിലോന് 7 കിലോനൊക്കെ ഇതേമാതിരി ചെയ്ത് 100 എടുത്താലാണ് 1 കിലോ കിട്ടുക. അപ്പോൾ ഇതിന് നല്ല വില കൊടുക്കണം. അപ്പോൾ ഇതിന് എന്തെങ്കിലും പറഞ്ഞാൽ പലവരും വില കുറച്ച് വിൽക്കാൻ വേണ്ടിയിട്ട് മായം ചേർക്കും. മായം ചേർക്കുന്നത് പൂളക്കിഴങ്ങ്, കൊള്ളിൻ്റെ പൊടി, അതേമാതിരി കോൺഫ്ലവർ, അങ്ങനെ പലതരത്തിലുള്ള മായങ്ങൾ ചേർക്കും. നമ്മൾ വലിയവർക്കാണെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാനറിയും, കുട്ടികൾക്ക് ഇത് പറയാനറിയില്ല. അവർക്ക് വയ്യാണ്ട് വരുമ്പോഴാണ് കൊടുക്കുക. അപ്പോൾ അത് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ നല്ലത് ചെയ്തിട്ട് അത് അവർക്ക് ദോഷമായിട്ട് അതിനേക്കാളും വരും. അപ്പോൾ നമ്മൾ വിശ്വസ്തൻ്റെ അവിടെ നിന്ന് വാങ്ങുക, നല്ല സാധനം വാങ്ങി കുട്ടികൾക്ക് കൊടുക്കുക. ഏറ്റവും നല്ലത് നിങ്ങളിങ്ങനെ ഈ സീസണിൽ ഒരു കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ സീസണിൽ കിട്ടുമ്പോൾ ഒരു 10 കിലോ വാങ്ങി ഇതേമാതിരി മുറിച്ച് മിക്സിയിലാക്കി അരച്ച് ഇതേമാതിരി ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക. എന്താ പറഞ്ഞാൽ വാങ്ങുന്നതൊന്നും നമുക്ക് ശരിക്കും വിശ്വസിച്ചൊന്നും വാങ്ങാൻ പറ്റില്ല. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ കുട്ടികൾക്ക് വില കൂടിയ പല സാധനങ്ങളും ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ട് തന്നെ കൊടുക്കണം. അതാണ് എൻ്റെ അഭിപ്രായമുള്ളത്. നമ്മൾ ആരിനെയും കുട്ടികളുടെ കാര്യത്തിൽ കൊടുക്കുമ്പോൾ വിശ്വസിച്ച് ആരിനെയും ഒന്നും വാങ്ങാൻ പറ്റില്ല. അപ്പോൾ കുട്ടികൾക്കെന്ന് മാത്രമല്ല, വലിയവർക്കും ചെറിയവർക്കും വീട്ടിലുള്ള വയ്യാത്തവർക്കും വയസ്സായവർക്കും എല്ലാവർക്കും ഓരോ നേരം ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ കഴിക്കുന്നത് വളരെ ശരീരത്തിക്ക് നല്ലതാണ്. ശരീരത്തിന് തണുപ്പ് കിട്ടും, നമ്മുടെ ശരീരം വൃത്തിയാകും, നല്ല നല്ല ഗുണങ്ങളൊക്കെ വിറ്റാമിനും മിനറൽസൊക്കെ ശരീരത്തിൽ കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് സ്വയം ഉണ്ടാക്കി വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഇതേമാതിരി ഉണ്ടാക്കിയിട്ട് എടുത്തു വെക്കുക. ഇത് ഉണ്ടാക്കി എടുത്തു വെച്ച് നന്നായി ഉണങ്ങി എടുത്തു വെച്ച് കഴിഞ്ഞാൽ 2-3 വർഷം ഇത് കേടുകൂടാതിരിക്കും. നന്നായി ഉണങ്ങണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് വീട്ടിലെല്ലാവരും സൂക്ഷിച്ച് വെക്കുക. കുറച്ച് കുട്ടികളുള്ള വീട്ടിലും വയ്യാത്ത ആളുകളുള്ള വീട്ടിലും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് വയറിളക്കം വരുന്ന സമയത്ത് മാത്രമല്ല കഴിക്കുക, എല്ലാ സമയത്തും കഴിക്കുക. ശരീരത്തിന് നല്ല ഗുണമുള്ളതാണ്. കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടും, നല്ല ഗുണങ്ങളും കിട്ടും. അപ്പോൾ നമുക്കിതിനെ അരച്ചെടുക്കാം മിക്സിയിൽ. ചീക്കുട്ട കുറച്ച് വാരിയിട്ട് വെള്ളം ഒഴിക്കുക കേട്ടോ. മതി വെള്ളം ഒഴിച്ചു മൂടും ചീക്കുട്ട. അരക്കി ഇങ്ങോട്ട് കെട്ടാനുള്ള തുണിയാണ് ചീക്കുട്ട. അരിച്ചെടുക്കണം. അപ്പോൾ ബലത്തിനാണ് ഈ നാരൊക്കെ വെച്ച് നമുക്ക് കെട്ടുന്നത്, കയറൊക്കെ വെച്ചിട്ട്. ഇത് അരിക്കുമ്പോൾ വഴുക്കി പോകാണ്ടിരിക്കാനാണ്, ഉള്ളിക്ക് ഇറങ്ങി പോകാണ്ടിരിക്കാനാണ് ഈ കയറൊക്കെ, ഈ തുണിയൊക്കെ വെച്ചിട്ട് കെട്ടുന്നത്. കയറാണെങ്കിൽ പിന്നെയും ലൂസാവും, തുണിയാകുമ്പോൾ ലൂസായില്ല. അതിനാണ് ഇങ്ങനെ കെട്ടുന്നതൊക്കെ. അപ്പോൾ മിക്സിയിലിട്ടിട്ട് ഇതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചെടുക്കാം. ശരി, കുറച്ച് ഇതിലൊഴുക്കി അരി ഇങ്ങനെ അരിച്ച് ഇങ്ങനെ ആക്കുക തന്നെ. ശരി, അവിടെ വയ്ക്കും, ഇത് അവിടെ വയ്ക്കും. ഇങ്ങനെ ആക്കുക. ശരി, ഒരു കൈ കൊണ്ട് അങ്ങനെ അരിച്ചെടുക്കണം. ഇങ്ങനെ അരിച്ചെടുക്കണം. ഇല്ല ശരി കുട്ടാ. നല്ല താത്തി ഒഴിക്കല് മേലേക്ക് തെളിക്കും. ഇങ്ങനെ അരിക്കും. ഇങ്ങനെ അരിച്ചെടുക്കണം. ഇതാ കുവന്നൂറ് അരിച്ചെടുത്ത ഇന്ന് കിട്ടിയ പിണ്ടിയാണിത്. ഇത് അതിൻ്റെ നാരും അതിൻ്റെ വേസ്റ്റൊക്കെയാണ്. ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതൊന്ന് പിഴിഞ്ഞെടുത്താണ്, ഈ തോർത്ത് വെച്ച് പിഴിഞ്ഞെടുത്തിട്ടുള്ള പിണ്ടിയാണിത്. അപ്പോൾ ഇതിവിടെ വെക്കാം.
അപ്പം നമ്മൾ ഇന്നലെ എന്ത് ചെയ്തു പറഞ്ഞാൽ ഇതിന് ഊറാൻ വെച്ചു. ഊറിയ ശേഷം 2 മണിക്കൂർ കൂടുമ്പോൾ ഇതിൽ വെള്ളം മാറ്റിക്കൊണ്ടേയിരുന്നു. അങ്ങനെ തെളിഞ്ഞു കിട്ടിയതാണിത്. നേരത്തെ കുറച്ച് വ്യത്യസ്തമായ കളറുള്ള വെള്ളമായിരുന്നു, അത് തെളിഞ്ഞു കിട്ടിയപ്പോൾ ഇങ്ങനെയായി. അങ്ങനെ 5 പ്രാവശ്യം വെള്ളം നമ്മൾ മാറ്റിയിട്ടുണ്ട് ഈ 2 മണിക്കൂറിന്. അപ്പം നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കളയാം. ഇതാ ഈ വെള്ളം നമുക്ക് ഒഴിച്ചു കളയാം. ഇതാ അത് വീഴൊന്നുമില്ല, എങ്ങനെ ആക്കിയാലും അത് അടിയിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നതാണ്. അപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞ് നമുക്കിനി ഇത് ഉണക്കാൻ വെക്കാം വെയിലത്ത്. ഇങ്ങനെ വെച്ചാൽ മതി. നമ്മൾക്കൊരു ദിവസം മിക്സിയിൽ ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു 10 കിലോ അല്ലെങ്കിൽ ഒരു 15-20 കിലോ വരെ നമ്മൾക്കൊരു ദിവസം മിക്സിയിൽ അടിച്ചുണ്ടാക്കാൻ കഴിയുള്ളൂ. മെഷീനറികളിലൊക്കെയാണെങ്കിൽ കൂടുതൽ ചെയ്യാൻ പറ്റും. നമുക്ക് മെഷീനറികളൊന്നുമില്ല. അപ്പോൾ കൈ കൊണ്ടെല്ലാം മുറിച്ച് മിക്സിയിൽ അരച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാനൊരു 4-5 ദിവസം ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും കൂവപ്പൊടി കിട്ടിയത്. ഒരു ദിവസം ചെയ്യുമ്പോൾ ഒരു 15 കിലോയിൽ ചെയ്യുമ്പോൾ ഒരു 1.5 കിലോ ചിലപ്പോൾ 2 കിലോനൊക്കെ കിട്ടും. അത് ഓരോ കിഴങ്ങിൻ്റെ ഗുണത്തിനും വ്യത്യാസത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഞാനിപ്പോൾ ഒരു കുറേ ദിവസം മെനക്കെട്ടിട്ടാണ് എനിക്ക് ഒരു 10 കിലോ കൂവപ്പൊടി കിട്ടിയത്. നല്ല പണിയുണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. മെഷീനറി ഉണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും. അതിൽ അരയ്ക്കാനും അതേമാതിരി അത് പിഴിയാനും എല്ലാത്തിനും ഉണക്കാനൊക്കെ മെഷീനറി ഉണ്ട്. നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ല. ഞാനൊരു ആദ്യമായിട്ട് ഇത് ചെയ്താണ്. നല്ല കഷ്ടമുണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഒരുപാട് കഷ്ടമുണ്ട് എന്നുള്ളത്. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ഇത് ചെയ്തെടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ തയ്യാറാക്കുന്നത്. നമ്മുടെ ആരോ റൂട്ട് പൊടിയൊക്കെ നന്നായി ഉണങ്ങി, ഒരു ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടി. അപ്പം നല്ല ഈർപ്പമൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു 4 ദിവസം വീണ്ടും ഉണക്കി. എന്നിട്ട് അവർ നന്നായി ഉണക്കിയാൽ ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ. ഇത് 3-4 വർഷമൊക്കെ ഇരിക്കുന്ന പറയുന്നത് കേടുകൂടാണ്ട്. കുട്ടികളുള്ളവരൊക്കെ ഇത് വാങ്ങി വെക്കണം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. വയറിളക്കം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ വീട്ടിൽ നേരത്തെ തന്നെ ഇത് വാങ്ങി വെക്കുക. എല്ലാ സമയത്തും ഇത് കിട്ടില്ല. സാധനം കിട്ടുന്ന സമയത്ത് ഇത് വാങ്ങി സൂക്ഷിച്ച് വെക്കണം. സ്വന്തമായി കിട്ടുന്നവരൊക്കെ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഇതിപ്പോൾ തരിയാണ്, ഒരു ക്രിസ്റ്റൽ മാതിരിയാണ് ഇത് പൊടിഞ്ഞു കിട്ടിയത് ഉണങ്ങിയപ്പോൾ. നമ്മളിനി ഇത് കട്ടകളൊക്കെ ഇതിൽ കട്ടമാരി കട്ടകൾ നിറയുണ്ട്. അപ്പോൾ ആളുകൾ വിചാരിക്കും ഇത് എന്താണ് ഇതിങ്ങനെ കട്ടയായിരിക്കുന്നത്, കേട് വന്നാണോ വിചാരിക്കും. അപ്പം നമ്മളിതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിക്കും. ഇച്ചിരി കുട്ടി ഒന്ന് കഴിച്ചു നോക്കുന്ന ഞാനൊത്തിരി കഴിച്ചു നോക്കാം. പ്രത്യേക ടേസ്റ്റുകളൊന്നും ഇതിനുണ്ടായില്ല. ഒരു സാധാരണ ഒരു ലെവൽ തന്നെ. രുചിയൊന്നും ഇതിനുണ്ടായില്ല. മാവുകൾക്കൊക്കെ ഓരോ മണം ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു മണം ഇതിനില്ല. ഒരു കോൺഫ്ലവർ കഴിക്കണ മാതിരി ഉണ്ടാവും നമുക്ക് പെട്ടെന്ന് തിന്ന് നോക്കി. കലപ്പൊന്നും ഇല്ലാത്ത ഒറിജിനൽ സാധനമാണ്. കുറച്ചന്നെ ഉള്ളു നമ്മുടെ കയ്യിൽ സ്റ്റോക്ക്. വേണ്ടവരൊക്കെ വേണമെങ്കിൽ വാങ്ങാം. ഇത് കഴിഞ്ഞ് ഇനി കുവ സീസൺ ഇനി അടുത്ത വർഷം കിട്ടുള്ളൂ. കുവൻ്റെ സീസണ്, കുവ കഴിഞ്ഞിൻ്റെ. അപ്പോൾ കുവന്നൂറൊക്കെ നന്നായി പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമ്മളിത് ക്രിസ്റ്റൽ മാതിരി ഉണ്ടായിരുന്നതാണ്. അതിന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചപ്പോൾ നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പാക്ക് ചെയ്യാം. അപ്പോൾ മായമില്ലാത്ത നല്ല കുവന്നൂറ് പൊടിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനും അതേമാതിരി വലിയ വയസ്സായവർക്ക് കൊടുക്കാനൊക്കെ നല്ലതാണ്. വയറിന് നല്ലതാണ്. ആവശ്യമുള്ളവർ നമ്മുടെ ഇത് വേണമെങ്കിൽ വാങ്ങാം. നല്ല സാധനമാണ്. എപ്പോഴും കിട്ടണമെന്നില്ല, കുറച്ചാണുള്ളൂ. ചീക്കുട്ടി പാക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് സാധനങ്ങൾ നമ്മുടെ അടുത്തുള്ളൂ. വേണ്ടവർക്ക് നമ്മുടെ നമ്പറിൽ വിളിച്ചിട്ട് വാങ്ങാം.